ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് ക്ലോസറ്റൊക്കെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൻ്റെ ഓൾ ഓപ്ഷൻ അമർത്തണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ കൂടാതെ നിങ്ങൾ കഴിഞ്ഞ വട്ടം ഞാൻ ഇട്ട വീഡിയോയ്ക്ക് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഒത്തിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. അത് 100K ആക്കി തന്നതിന് ഒത്തിരി താങ്ക്സ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളുടെ ബാത്റൂമൊക്കെ എത്ര വൃത്തിയാക്കി ഇട്ടാലും അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫൗൾ സ്മെല്ല് വരാറുണ്ട് അല്ലേ? അപ്പം നമുക്ക് അത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്പാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ പഴയ മാസ്കൊക്കെ ഉള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. അത് ഉണക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കാണുന്നത് 3 ലെയറുള്ള ഒരു മാസ്കാണ്. അകഭാഗവും ഉണ്ട്, പുറം ഭാഗവും ഉണ്ട്. ഇത് പുറം ഭാഗമാണ് നമ്മൾ വെക്കുന്ന മുഖം ഭാഗമാണ് വരുന്നത്. ഇത് നമ്മൾ അകത്ത് വെക്കുന്ന ഭാഗവും. അപ്പം അങ്ങനെ 3 ലെയറുണ്ട്. ആ ലെയർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കണ്ടോ, നമ്മൾ നല്ലോണം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീരെ നൈസായിട്ടായിരിക്കുന്ന മാസ്കിൻ്റെ ആ ലെയർ. അപ്പം അതിനകത്ത് നമ്മൾ എന്തിട്ടാലും അതിൻ്റെ സത്ത് വെളിയിൽ പൊക്കോളും. അപ്പം അങ്ങനെയാണ് ഞാനൊരു സൂത്രം കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്നത് ഒരു ചെറുനാരങ്ങ ആണ്. ചെറുനാരങ്ങയ്ക്ക് നല്ലൊരു സ്മെല്ലല്ലേ കിട്ടുന്നത്. കൂടാതെ ചെറുനാരങ്ങയുടെ സത്തൊക്കെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കിന് നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും. കൂടാതെ നല്ല സ്മെല്ലും കിട്ടും. അപ്പം നമ്മളിങ്ങനെ ചെറുനാരങ്ങ നല്ലോണം ഒരു നാരങ്ങ തന്നെ ഒരു 8 പീസായിട്ട് മുറിച്ചെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് മുറിച്ചിടാം, 4ആയിട്ടും മുറിച്ചിടാം. പക്ഷേ ഇതൊരു ഇച്ചിരി വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു 8 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് ലെമൺ എടുത്തേക്കുന്നത് സീഡ്ലെസ് ലെമണാണ്. അപ്പോൾ ഇതിനകത്ത് കുരുക്കളൊന്നും ഇല്ലാത്ത ലെമണാണ്. അപ്പം നിങ്ങളുടെ ലെമൺ നിങ്ങൾ എടുക്കുന്നത് അത് കുരുക്കളുണ്ടെങ്കിൽ ആ കുരുവെല്ലാം ഒന്ന് എടുത്ത് മാറ്റാൻ പറ്റുമേ. എന്നിട്ട് നമുക്ക് മാസ്കിനകത്ത് ഇടാം. അങ്ങനെ ഇപ്പം ഞാൻ 8 പീസ് നാരങ്ങയാണ് മുറിച്ചേക്കുന്നത്. സീഡൊക്കെ റിമൂവ് ചെയ്ത് കളയാം, സീഡുള്ള നാരങ്ങയ്ക്കകത്തുനിന്ന്. എന്നിട്ട് നമ്മൾ ഈ 8 പീസും നമ്മളുടെ ഓരോ ലെയറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇപ്പം ആ 2 ലെയർ ഞാൻ കാണിച്ചില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറിനകത്തും 4 ഇടാം. ഇപ്പം ഞാൻ ഈ മൊത്തത്തോടെ ഒരു ലെയറിൻ്റെ ഉള്ളുഭാഗത്തെ മാസ്കിൻ്റെ ലെയർ ഉണ്ടല്ലോ അതിനകത്താണ് ഇട്ടേക്കുന്നത്. അത് തീരെ നൈസായിട്ടുള്ള തുണിയാണ്. അപ്പം ആ ലെയർ ഇട്ട് കൊടുത്താലേ ആ നാരങ്ങയുടെ സത്തൊക്കെ ഇറങ്ങി നല്ല ഒരു സ്മെല്ല് കിട്ടും. ഈ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അപ്പം നല്ലോണം സത്ത് ഇറങ്ങുന്ന സൈഡ് നമ്മളുടെ ആ ഉള്ളുഭാഗത്തിലുള്ള മാസ്കിൻ്റെ സൈഡാണ്. അപ്പം ഞാൻ അവിടെയാ ഒരു 8 പീസ് നാരങ്ങ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ എല്ലാം യോജിപ്പിക്കുന്ന രീതി ഒന്ന് കൂട്ടിപ്പിടിച്ച് കൊടുക്കുക. കൂട്ടിപ്പിടിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത ആ മാസ്കിൻ്റെ സൈഡില്ലേ അത് വെച്ച് തന്നെ ഇങ്ങനെ റബ്ബർ ബാൻഡ് കെട്ടുന്ന മാതിരി ഒന്ന് കെട്ടിക്കൊടുക്കുക. നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് നല്ലോണം ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് മറ്റേ സൈഡ് ഫ്രീ ആയിട്ട് ഇടണം, മറ്റേ സൈഡ് ഇങ്ങനെ തന്നെ കിടക്കണം. അങ്ങനെ ഇപ്പം നമ്മളുടെ മാസ്കിനകത്ത് നാരങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ മാസ്കിൻ്റെ ഒരു ഭാഗം നമ്മൾ ചുറ്റി ഇട്ട് കൊടുത്തു, ഒരു ഭാഗം ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെന്താ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ടായി നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ അടപ്പ് ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ എവിടെ കൊളുത്തി വെക്കാൻ പറ്റുന്നോ അവിടെ നമ്മൾ സൗകര്യം പോലെ ഒന്ന് കൊളുത്തി കൊടുത്ത് വെള്ളത്തിൽ ആ നാരങ്ങ മുങ്ങിക്കിടക്കണവേ. ഫ്ലഷ് ടാങ്കിൻ്റെ ബോളെ തട്ടാതെ തന്നെ നമുക്ക് ആ ഫ്ലഷ് ചെയ്യുന്ന സാധനത്തിൻ്റെ ആ പൈപ്പില്ലേ അവത്തേലോട്ടൊന്ന് കൊളുത്തി കൊടുക്കുക. ആ നാരങ്ങ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ആ രീതി നമ്മളൊന്ന് കൊളുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലഷ് ടാങ്ക് ഒന്ന് അടച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ എപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫ്ലഷ് അടിക്കുമ്പോഴത്തേക്കിന്
നല്ല ഒരു സ്മെല്ലാണ് നമ്മളുടെ ടോയ്ലറ്റിൽ കിട്ടുന്നത്. പിന്നെ കൂടാതെ ഞാനൊരു കാര്യം വിട്ടുപോയായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ടോയ്ലറ്റ് ഫുൾ ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ. എന്നാലേ നമുക്ക് 1 വീക്ക് വരെ നമ്മളുടെ ടോയ്ലറ്റ് ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഒരു ബാഡ് സ്മെല്ലും വരത്തില്ല. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.